ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഒരു പരീക്ഷണമാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ബീഫ് ദം ചെയ്തിട്ടൊന്ന് വെച്ച് നോക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാ ഇവിടെ ബീഫൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് സവാള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി. ഒന്നും നമ്മൾ കട്ട് ചെയ്തിട്ടൊന്നുമില്ല. ചുവന്നുള്ളി ചെറുതായിട്ട് വലുതൊക്കെ ഒന്ന് മുറിച്ച് കൊടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അങ്ങനെ ഇടുകയാണ്. അതുപോലെ ഇഞ്ചി ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പില, ഒരു 3-4 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ, കുറച്ച് വലിയ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇടാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 നുള്ള് ഗരം മസാല, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നല്ലോണം കൈ വെച്ചിട്ട് തന്നെ നല്ലോണം മിക്സ് ആക്കി എടുക്കണം. ഇപ്പം നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മസാല കുറവായിരുന്നു. അപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും പിന്നെ കുറച്ച് 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 1 kg ബീഫാണ്. ഇനി അതും കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ലോണം മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഒരു 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ദം ചെയ്യല്ലേ, അപ്പോൾ വെള്ളം കുറഞ്ഞിട്ട് അടി പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ്. ഇനി ഇതിൻ്റെ ആവിയൊന്നും പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചട്ടിയുടെ സൈഡിലൊക്കെ മൈദ വെച്ചിട്ട് നമുക്ക് അടപ്പ് വെച്ചിട്ട് മൂടിയെടുക്കാം. ഇതിങ്ങനെ നല്ലവണ്ണം ഒട്ടിച്ചെടുത്തിട്ട് നമ്മളത് അടുപ്പിൽ വെച്ച് കൊടുക്കുകയാണ്. അടുപ്പിൽ വെച്ചിട്ട് നല്ലോണം ഒന്നത് തിളച്ച് ആവി ഇങ്ങനെ സൈഡിലൂടെ പുറത്തോട്ട് വരൽ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് നമ്മളിത് ദം ചെയ്ത് കൊടുക്കാം. ദം ചെയ്തിട്ട് ചെറുതായിട്ട് കത്താം, കാരണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ. ചെറുതായിട്ടൊന്ന് കത്തിച്ച് കൊടുക്കണം ദം ചെയ്ത് കഴിഞ്ഞാൽ. അത് ഒരു 1-2 മണിക്കൂറുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം. 2 മണിക്കൂറുകളൊക്കെ വേവിച്ചിട്ടുണ്ട് കേട്ടോ. എടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളമൊന്നും വറ്റി പോയിട്ടൊന്നുമില്ല. ഞാൻ അടി പിടിക്കുന്നൊക്കെ കയറ്റി പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വെള്ളമൊക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഓരോ ബീഫിൻ്റെ മാറ്റം ഉണ്ടാവുമല്ലോ. അപ്പോൾ വേവ് ചിലതിന് കുറവായിരിക്കും, ചിലതിന് കൂടുതലുണ്ടായിരിക്കും. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കൂടെ അടുപ്പിൽ വെക്കാം. ഇനി കുറച്ച് ചുവന്നുള്ളി താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ അടുപ്പിൽ കനലിൽ കുറച്ച് നേരമൊക്കെ വെക്കാം. അപ്പോൾ ഇതാ ബീഫ് റെഡി ആയിട്ടുണ്ട്, വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പരീക്ഷണമാണെങ്കിലും ഇത് ഫ്ലോപ്പായി പോയിട്ടൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ആ ഉള്ളി അങ്ങനെ ഇട്ടിട്ട് വെച്ചതെങ്കിലും അതൊന്നും കാണാനേ ഇല്ല. അതൊക്കെ നല്ലോണം ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. മസാല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.
താങ്ക് യു.